ഹായ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്കൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ പല താവളങ്ങളും GCC രാജ്യങ്ങളിലുള്ള പല താവളങ്ങളും ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓരോ അറബ് രാഷ്ട്രങ്ങളിലും അവിടുത്തെ ഗവൺമെൻറ് നമുക്ക് അപ്പാപ്പ് ഈ മെസ്സേജുകൾ തന്നിരുന്നു. അലർട്ട് മെസ്സേജുകൾ, ഫ്ലാഷ് മെസ്സേജ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നിരുന്നു. അതിപ്പോൾ ഏകദേശം ഇന്നലെ തൊട്ടിട്ട് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ മെസ്സേജ് വന്നപ്പോൾ നമുക്ക് സേഫ് ആവാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയായിരുന്നു. ഏകദേശം ഒരു ഇവരെ റഡാറിൽ ഈ വരുന്ന മിസൈലുകൾ പെടുമ്പോൾ അപ്പോൾ തന്നെ ജനങ്ങളിലേക്ക് മെസ്സേജ് എത്തിച്ചേർന്നു ആ മെസ്സേജ്. ഇപ്പോൾ അത് വരുന്നില്ല. ഇന്നലെ തൊട്ട് അത് സ്റ്റോപ്പായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജ് വരുമ്പോൾ സേഫായി ഇരിക്കാനാണ് ആ മെസ്സേജ് അയക്കുന്നത്. ഈ ജനങ്ങൾ മുഴുവൻ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് മിസൈൽ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്, വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്ക് നിൽക്കുകയാണ്. അതൊരിക്കലും ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ലക്ഷ്യത്തിലേക്ക് വീഴാൻ വെച്ചാൽ നേരെ അമേരിക്കൻ ബേസിലേക്ക് ആയിരിക്കും വീഴുക. അതല്ല, ഈ സാധനം ഇവർ ആകാശത്ത് വെച്ചിട്ട് അടിച്ച് നശിപ്പിക്കുകയാണ്. ആ നശിപ്പിക്കുന്ന പിസറുകൾ വീണിട്ടാണ് കംപ്ലീറ്റ് കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നത് ഇവിടെ. അത് നമ്മൾ വരുത്തി വെക്കുന്ന കാഷ്വാലിറ്റി. ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് കൃത്യമായിട്ട് നമ്മളോട് മെസ്സേജ് തരുന്നത് നിങ്ങൾ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അലർട്ട് മെസ്സേജ് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഇതാക്കുക, വെറുതെ അപകടങ്ങൾ വരുത്തി വെക്കരുത്. ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ റോട്ടിലേക്ക് ഓടും, എന്നിട്ട് ആകാശത്തേക്ക് വായുമ്പോൾ ചെന്ന് വീഡിയോ എടുത്തേക്കും. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ വരുത്തി വെക്കാണ്ടിരിക്കുക. വന്നിരിക്കുന്ന കാഷ്വാലിറ്റി മുഴുവൻ അങ്ങനെ വന്നിരിക്കണം, അടിച്ച് നശിപ്പിച്ചതിൻ്റെ പിസർ വന്ന് കയറിയിട്ടാണ് എല്ലാ കാഷ്വാലിറ്റിയും വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പെടാതിരിക്കുക. ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും പോയി ഫൈനും കാര്യങ്ങളൊന്നും മേടിക്കാണ്ടിരിക്കുക. ഓക്കെ.